നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴേ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്, പരാജയം നമുക്ക് താങ്ങാനാകില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഒരിക്കലും ജയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പരാജയം നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് തന്നെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അടിത്തറയായിട്ടാണ് അതിനെ കാണുന്നത്. ചിലർ ആത്മഹത്യ വരെ ചെയ്തിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് നാളത്തേക്ക് വേണ്ടി കിട്ടുന്ന ഒരു അവസരമാണ്, നമ്മളെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമാണ്. ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അതൊരു പരാജയമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ആരെങ്കിലും ആദ്യത്തെ പ്രസംഗം തന്നെ വൻ വിജയമാക്കി എന്നുള്ളത്. ഇത് പലതവണ ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരു നാടക നടൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപമൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്ത് പരിചയിച്ച് വരുമ്പോഴാണ് അത്. ഇപ്പൊ നമ്മൾ സിനിമയിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ നടന്മാരുടെ പോലും ആദ്യകാലത്ത് ഒരു സിനിമ കാണുമ്പോൾ ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വിജയിക്കണമെന്നില്ല, വിജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ മെഡിമിക്സ് മദ്രാസിൽ തുടങ്ങിയവരാണ്. എത്രയോ വർഷങ്ങളെ കൊണ്ടാണ് ഓരോരോ സ്റ്റേറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കിയത്. ഏറ്റവും അവസാനമാണ് മലയാളി എന്ന നിലയിൽ നമ്മുടെ ആഗ്രഹം എന്താണ്, കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് ബിസിനസ് പിടിച്ചെടുക്കണം. പക്ഷെ അത് സാധിച്ചില്ല. ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യാൻ പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നു. ഞാൻ എത്രയോ തവണ കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ യാത്ര ചെയ്തിട്ട് പലരും പുച്ഛിച്ച് പരിഹസിച്ചിട്ടുണ്ട് നമ്മളെ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പരാജയങ്ങളെ നേരിട്ട് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം.